സംസ്ഥാനത്തെ ആദ്യ ഏവിയേഷൻ സമ്മിറ്റ് ഈ മാസം 23-24 തീയതികളിലായി നെടുമ്പാശ്ശേരിയിൽ നടക്കും. ഫിക്കിയുടെ സഹകരണത്തോടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് കേരള ഏവിയേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യോമയാന മേഖലയിലുടനീളം നവീകരണം പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കേരളത്തെ ദേശീയ പ്രാദേശിക വ്യോമയാന മേഖലയുടെ കേന്ദ്രസ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ഏവിയേഷൻ മേഖലയുടെ പ്രധാന ഹബ്ബായി കേരളം മാറുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കരട് ഏവിയേഷൻ നയം തയ്യാറാക്കിയിരുന്നു. ഇത് അടിസ്ഥാനമാക്കി ഏവിയേഷൻ മേഖലയിലെ തന്ത്രപ്രധാന മാറ്റങ്ങൾ, നയരൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും. 23-ന് രാവിലെ 10 മണിക്ക് എയർ സ്പേസിലേക്ക് ഡ്രോണുകളും ഡ്രൈവർ രഹിത വാഹനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പാനൽ ചർച്ച നടക്കും. ഇന്ത്യൻ GDP-യും ഇന്ത്യയിലെ മൊത്ത വരുമാനവും ഇന്ത്യയിൽ ഒരു വലിയ വ്യാവസായിക വളർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ഈ സാമ്പത്തിക വളർച്ചയിൽ പ്രധാനമായും സംഭാവന ചെയ്യാൻ പറ്റുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വ്യോമയാന മേഖല. വ്യോമയാന മേഖലയിലെ കണക്കെടുത്ത് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വർഷം 100 കോടി യാത്രകൾ ആണ് നടത്തപ്പെടുന്നത്. ഈ വ്യോമയാന മേഖലയിൽ നമ്മൾ നടത്തുന്ന ഓരോ രൂപയുടെ നിക്ഷേപവും 3 ഇരട്ടിയായി മറ്റ് മേഖലകളിൽ പ്രതിഫലിക്കപ്പെടുന്നു. ഓരോ തൊഴിലും 6 ഇരട്ടിയായി മറ്റ് പല മേഖലകളിലും പ്രതിഫലിക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ വലിയ സ്ഥാപനങ്ങൾ അവര് ഒരുപാട് എയർലൈനുകൾ, എയർക്രാഫ്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇപ്പൊ നിലവിൽ 1100ഓളം പ്ലെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇനി വരുന്ന 10 വർഷത്തിൽ വീണ്ടും ഒരു 1000 പ്ലെയിനുകൾ കൂടി ഇതിനകത്ത് ചേർക്കപ്പെടും. അർബൻ എയർ ടാക്സി സാധ്യതകൾ, ഡ്രോൺ ഉപയോഗം സംബന്ധിച്ച നയരൂപീകരണം, സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും ചർച്ചയാകും. 11 മണിക്ക് ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ സീപ്ലെയിൻ ഹെലികോപ്റ്റർ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ ചർച്ചയിൽ പ്രാദേശിക കണക്ടിവിറ്റി സംബന്ധിച്ചും ലാസ്റ്റ് മൈൽ എയർ കണക്ടിവിറ്റിയും വിഷയമാകും. മൾട്ടി മോഡൽ ടെർമിനൽ, ഫ്ലോട്ടിംഗ് ജെട്ടി, വെർട്ടിപോർട്സ്, ഹെലിപോർട്സ്, വാട്ടർ എയറോഡ്രോം എന്നിവയുടെ സാധ്യതകൾ ചർച്ച ചെയ്യും. തീർത്ഥാടന കേന്ദ്രങ്ങളെയും ടൂറിസം കേന്ദ്രങ്ങളെയും സംബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ, സീപ്ലെയിൻ സാധ്യതകളും ഈ സെഷനിൽ ചർച്ചയാകും. 12 മണിക്ക് വ്യോമഗതാഗതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കും. ബയോമെട്രിക്, പേപ്പർലെസ് ചെക്ക് ഇൻ, ഡിജിറ്റൽ വാലറ്റ്, നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ പാസഞ്ചർ സേവനങ്ങൾ എന്നിവയുടെ ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് വൈവിധ്യ മാർഗങ്ങളിലൂടെ വരുമാനം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും പ്രാദേശിക വിമാനത്താവളങ്ങളുടെ സാധ്യതയും വിഷയമാകും. വൈകിട്ട് 3-ന് കാർഗോ ടെർമിനൽ വികസനവും കാർഗോ ട്രാക്കിങ്ങിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്യും. 4 മണിക്ക് പുനരുപയോഗ ഊർജ്ജം, എയർപോർട്ട് ഇക്കോസിസ്റ്റം മാനേജ്മെന്റ് എന്നിവ ചർച്ച ചെയ്യും. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ വരുന്ന വളർച്ചയ്ക്ക് ശക്തരാകുവാൻ, അതായത് എങ്ങനെ നമുക്ക് ഈ ഇനോർഗാനിക് ഗ്രോത്തിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ വെക്കും, അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വെക്കും എന്ന് ഒരു പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡറും ഇരുന്ന് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഏവിയേഷൻ സമ്മിറ്റ് നടത്തുന്നത്. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എന്ന ഒരു ആദ്യത്തെ ഒരു സമ്മിറ്റാണ്. ഇങ്ങനൊരു ഒരു മീറ്റിംഗും ഒരു സമ്മിറ്റിനോട് നമ്മൾ ഇന്ത്യ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് നേരത്തെ ജയൻ പറഞ്ഞതുപോലെ പോളിസിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ബിസിനസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും ഇതിന്റെ ഡിസ്കഷൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ നോക്കും. അതാണ് ഇതിന്റെ ഈ ഒരു സമ്മിറ്റിന്റെ ഒരു ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടോപ്പിക്കുകൾ നമ്മൾ ഇരുന്ന് ഫിക്കി നേരത്തെ ഇതുമായിട്ട് ഏവിയേഷൻ സമ്മിറ്റ്, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ നടത്തിയിരിക്കുന്ന ഏവിയേഷൻ സമ്മിറ്റുമായിട്ട് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ് ഫിക്കി. അതുകൊണ്ടാണ് നമ്മൾ ഫിക്കിയെ കൂടെ ഈ ഒരു സമ്മിറ്റിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഡയറക്ഷൻ പ്രകാരം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്റർ ആയതുകൊണ്ടും ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഉള്ളതുകൊണ്ടും ഗവൺമെന്റ് നമ്മളെ ഡയറക്ട് ചെയ്തു ഇങ്ങനൊരു ഏവിയേഷൻ സമ്മിറ്റ് നടത്തണം. ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ, അതായത് സാധാരണ ഇൻഡസ്ട്രി അല്ല, അതിൻ്റെ ഒരു ഭാഗം, ബാക്കിയുള്ളതിന് 6-7% ആകുമ്പോൾ ഇത് 10% കൂടുതലാണ് ഇപ്പം വളർച്ചാ നിരക്കുള്ളത്. അപ്പം ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും സിവിൽ ഏവിയേഷൻ പോളിസി എന്ന് പറയുന്നത് 2024 കേരള സിവിൽ ഏവിയേഷൻ പോളിസി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ഫൈനലൈസേഷന്റെ ഭാഗമായിട്ടും
ഇങ്ങനൊരു സമ്മിറ്റ് വേണമെന്നുള്ള ആവശ്യം മിനിസ്ട്രിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും അത് കൊച്ചിൻ എയർപോർട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ നമ്മൾ ഈ സമ്മിറ്റ് ഓഗസ്റ്റ് 23-24 സമയങ്ങളിൽ നമ്മൾ നടത്തുകയും ചെയ്തു. അപ്പം സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരും വളരെ ഹൈ പ്രൊഫൈലിലുള്ള സ്പീക്കേഴ്സിനെയും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏവിയേഷൻ സമ്മിറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. സിയാൽ MD എസ് സുഹാസ് പങ്കെടുക്കും. 24 രാവിലെ 10 ടൂറിസവും ഏവിയേഷനും സംബന്ധിച്ച പാനൽ ചർച്ചയിൽ വാണിജ്യ സാധ്യതകൾ സംബന്ധിച്ച ചർച്ച നടക്കും. 11 മണിക്ക് എയർ കാർഗോ ലോജിസ്റ്റിക് നൂതനത്വം ഭാവി എന്ന വിഷയവും ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് 12 സമാപന സമ്മേളനം കൊച്ചി മേയർ M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സിയാൽ MD എസ് സുഹാസ്, എയർപോർട്ട് ഡയറക്ടർ ജി മനു എന്നിവർ പങ്കെടുക്കും. വിമാനത്താവളത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എയർപോർട്ട് ഡയറക്ടർ ജി മനു, കൊമേഴ്ഷ്യൽ വിഭാഗം മേധാവി മനോജ് ജോസഫ്, സിയാൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി PS ജയൻ, ഫിക്കി കേരള മേധാവി സാവിയോ മാത്യു, ടൂറിസം സബ് കമ്മിറ്റി ചെയർമാൻ UC റിയാസ് എന്നിവർ പങ്കെടുത്തു. പവർ ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.